തിരുവനന്തപുരത്ത് വാഹനയാത്രികർക്ക് തലവേദനയായി സ്മാർട്ട് റോഡ് നിർമ്മിക്കാനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ. പണി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും റോഡുകൾ അതേപടി തന്നെ. സ്മാർട്ട് റോഡിനായി കുഴിച്ച റോഡുകൾ തിങ്കളാഴ്ച മുതൽ മണ്ണിട്ട് മൂടാനാണ് BJPയുടെ തീരുമാനം. 12 സ്മാർട്ട് റോഡുകൾ, 2 റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി. മറ്റ് 10 റോഡുകൾ മാർച്ച് മാസം 31 മുമ്പ് ഗതാഗത യോഗ്യമാക്കും. നേരത്തെ പറഞ്ഞ തീയതികൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചാണല്ലോ. ആ നിലയിൽ റോഡിൻ്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കാനാണ്. വളരെ ആശ്വാസകരമായ കാര്യമാണത്. 10 റോഡ് കൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 15-ാം തീയതി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ സഞ്ചാരയോഗ്യമായി കഴിഞ്ഞാൽ ഏറെക്കുറെയുള്ള പരാതികൾ തീരും. തലസ്ഥാന നിവാസികൾ പലതവണ കേട്ടുമടുത്ത വാക്കുകളാണിത്. ഇന്ന് തുറക്കും നാളെ തുറക്കുമെന്ന് പറയുന്നതല്ലാതെ റോഡുകളൊന്നും തുറക്കുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് റോഡ് പണി നീളുകയാണ്. ഇതാണ് നഗരത്തിലെ പല റോഡുകളുടെയും അവസ്ഥ. ജനറൽ ആശുപത്രി വഞ്ചിയൂർ റോഡ്, വെള്ളയമ്പലം ആൽത്തറ മുതൽ തൈക്കാട് മേട്ടുകട വരെ, കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡ്, ഉപ്പിടാമൂട് മുതൽ ഓവർബ്രിഡ്ജ് വരെ, MG രാധാകൃഷ്ണൻ റോഡിന്റെ ഒരു ഭാഗം എന്നീ പ്രധാന റോഡുകൾക്കൊപ്പം ഇടറോഡുകളുടെയും നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. റോഡുകൾ അടച്ചും വാഹനങ്ങൾ തിരിച്ചുവിട്ടുമാണ് നിർമ്മാണ പ്രവൃത്തികൾ. സ്കൂളുകൾ തുറക്കുന്നതോടെ റോഡിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം ഇരട്ടിയാകും. ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള നിർമ്മാണത്തിൽ ആശങ്കയുണ്ട്. കുണ്ടിലും കുഴിയിലും വീട് നാട്ടുകാരും മടുത്തതോടെ രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തലസ്ഥാനത്തെ BJP. തിങ്കളാഴ്ച മുതൽ സ്മാർട്ട് റോഡിനായി എടുത്ത കുഴികൾ മണ്ണിട്ട് മൂടുമെന്നാണ് BJPയുടെ പ്രഖ്യാപനം. തിങ്കളാഴ്ച രാവിലെ മുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ ഞാൻ പറയുന്നു, ഞങ്ങൾ നടത്തുന്ന ഈ സമരം, ഞങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.